സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹ്ശറിൽ ആദ്യമായി നമ്മെ വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്. നമ്മുടെ നിസ്കാരത്തെക്കുറിച്ചാണ് ആദ്യത്തെ വിചാരണ. നിസ്കാരത്തിന്റെ കാര്യം ക്ലിയർ ആണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള വിചാരണ പരിഗണിക്കുന്നുള്ളൂ. അതേ സ്ഥാനത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള വിചാരണയിൽ ഒരാൾ പരാജയപ്പെട്ടാൽ അയാളുടെ മറ്റു കർമ്മങ്ങൾ പിന്നെ പരിശോധനക്കെടുക്കില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്കിൽ ഒരു ദിവസം നമുക്ക് 5 വഖ്ത് നിസ്കാരത്തിന് വേണ്ടി വരുന്ന സമയം ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ദിവസത്തെ 24 മണിക്കൂറും നമ്മുടെ ഭൗതിക സുഖാഡംബരങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ടമോടുമ്പോ അല്ലാഹുവിനെ മറന്ന് ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് പരലോകം മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് യജമാനായ അല്ലാഹുവിനെ ഓർക്കാൻ നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് ജീവവായു തരുന്ന, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സ്നേഹത്തോടെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യജമാനനായ അല്ലാഹുവിനെ സ്മരിക്കാൻ അല്ലാഹു നമ്മെ പഠിപ്പിച്ച കർമ്മമാണ് നിസ്കാരം. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്തിനാണ് നിസ്കാരം? 24 മണിക്കൂറിലെ വലിയൊരു ശതമാനവും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചിന്താശേഷി വിനിയോഗിക്കുന്നത്, നമ്മുടെ ഊർജവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും എല്ലാം വിനിയോഗിക്കുന്നത്. എന്നാൽ അതിനിടയ്ക്ക് അല്ലാഹുവിനെ മറക്കാതിരിക്കാൻ 5 മിനിറ്റ് സമയം റബ്ബിനെ ഒന്നോർത്തുകൊണ്ട് നിസ്കരിക്കൂ മനുഷ്യ എന്ന് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ നിസ്കാരത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം നേടുന്ന വിധത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയാറുണ്ടോ? നിസ്കാരത്തിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരാറുണ്ടോ? നമ്മുടെ സ്നേഹസമ്പന്നനായ നാഥനെ കുറിച്ച് ഓർത്തിട്ട് നമ്മുടെ മനസ്സ് തേങ്ങാറുണ്ടോ? നമ്മൾ നിസ്കാരത്തിലേക്ക് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു വിവിധ ചിന്തകൾ. നമ്മൾ അതുവരെ ആലോചിച്ചിട്ടില്ലാത്ത, ഓർത്തിട്ടില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ ചിന്തകൾ പിശാചിന്റെ ഭാഗത്തുനിന്നുള്ളതാണെന്ന് നമുക്കറിയാം. എന്നിട്ടും നമ്മൾ അതിന്റെ പിറകെ സഞ്ചരിക്കുന്നു. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞ് സലാം വെച്ചാൽ ഒരുങ്ങുമ്പോഴാണ്, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ഞാൻ നിസ്കാരത്തിലായിരുന്നുവല്ലോ, എന്റെ റബ്ബിനെ സ്മരിക്കേണ്ട നിസ്കാരത്തിൽ എന്റെ റബ്ബിനെ കുറിച്ചൊരു സെക്കൻഡ് പോലും അല്ലാഹ് എന്നെന്റെ മനസ്സിൽ ഓർക്കാനും കഴിഞ്ഞില്ലല്ലോ. തുസല്ലി ബിലാ ഖൽബിൻ സ്വലാതൻ ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബതി. മോനെ, ഇത്തരം നിസ്കാരം കൊണ്ട് ആഖിറത്തിൽ നിനക്ക് മോക്ഷം ലഭിക്കുമോ? ആഖിറത്തിൽ നിനക്ക് വിജയം ലഭിക്കുമോ? ആഖിറത്തിൽ നിനക്ക് പ്രതിഫലം കിട്ടുമോ? ഇല്ല ഇല്ല. ഹൃദയ സാന്നിധ്യമില്ലാത്ത നിസ്കാരം കൊണ്ട് നീ കുറ്റക്കാരനായി തീരുന്നുവെന്നാണ് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, അവിടെയും നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയി. ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഒരു 50 മിനിറ്റ് അല്ലാഹുവിന് വേണ്ടി ഓരോ വഖത്തിനും മാക്സിമം 10 മിനിറ്റ് നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ദിവസത്തെ 50 മിനിറ്റ് പോലും റബ്ബിന് വേണ്ടി മാത്രം നമ്മുടെ മനസ്സിനെ ഒന്ന് ഒതുക്കി വെക്കാൻ, അല്ലാഹുവിനെ വേണ്ടി മാത്രം നമ്മുടെ ഊർജവും ആരോഗ്യവും ഒന്ന് മാറ്റിവെക്കാൻ, പാരത്രിക ലോകത്തിന് വേണ്ടി ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി നീക്കിവെക്കാൻ കഴിയാതെ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോകാറില്ലയോ? നല്ല സുഖകരമായി നിദ്ര ലഭിക്കുന്ന പ്രഭാത സമയത്ത്, സുബ്ഹിയുടെ സമയത്ത് അയൽപക്കത്തെ പള്ളി മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ
നിസ്കാരത്തിലേക്കുള്ള വിളിയാളം വരുമ്പോ നമ്മൾ നിസ്കാരത്തെ തെരഞ്ഞെടുക്കുന്നുവോ അതോ സുഖകരമായ ഉറക്കിനെ പ്രണയിക്കാറുണ്ടോ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാറുണ്ടോ, അതേ നമ്മൾ വീണ്ടും പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങാറുണ്ടോ? നമ്മൾ ആരെയാണ് തെരഞ്ഞെടുത്തത്? നമ്മൾ എന്തിനെയാണ് മറന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആസ്വാദനങ്ങളെയാണ് അവസാന കാലഘട്ടത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുക. അതേ ആ സമയത്ത് നമ്മൾ രസകരമായ ഉറക്കിനെ തട്ടിമാറ്റി, എത്ര സുഖകരമായ ഉറക്ക് ആ സമയത്തുണ്ടാകും ഉറപ്പാണ്. എത്ര ഉറക്കം വരാത്തയാൾ, ഉറക്കം വരാഞ്ഞിട്ട് ഉറക്ക ഗുളികയെ ആശ്രയിക്കേണ്ടി വരുന്നയാൾ, മരുന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നയാൾ, അയാൾക്ക് പോലും സുഖനിദ്ര ലഭിക്കുന്ന സമയമാണ് സുബഹിയോടെടുക്കുന്ന സമയം. കാരണം ഇവനെ മയക്കി ഉറക്കാൻ പിശാചിന്റെ സമ്മർദ്ദമുണ്ട്. ആ പിശാചിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് കുതിരയോടിയിട്ട് എനിക്കെന്റെ ആഖിറത്തിലെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊന്ന് നിസ്കരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യനെ ഖബറിലങ്ങോട്ട് മറവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാരാണെന്നറിയുമോ? അവന്റെ തലഭാഗത്ത് വന്നു നിൽക്കുന്നു അവൻ നിസ്കരിച്ച സുന്ദരമായ നിസ്കാരങ്ങൾ, അവന്റെ നോമ്പുകൾ അവന്റെ കാൽഭാഗത്ത് വന്നു നിൽക്കുന്നു, അവന്റെ സുഹൃത്തുക്കൾ ഓരോരോ ഭാഗത്ത് നിന്ന് അവന് പ്രൊട്ടക്ഷൻ തീർക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു കാവലാകാൻ, ഒരു പ്രൊട്ടക്ഷനാകാൻ ഞാൻ എന്റെ ഈ സുഖനിദ്രയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എന്റെ റബ്ബിനെ സ്മരിച്ചിട്ട് 2 റക്അത്തൊന്ന് നിസ്കരിക്കാൻ ഞാൻ എണീറ്റ് പള്ളിയിലേക്ക് പോകട്ടെ. ഹയ്യാലൽ ഫലാഹ്, അതാണ് വിജയത്തിന്റെ മന്ത്രം, തന്ത്രമെന്ന് പള്ളിയിൽ നിന്ന് വിളിയാളമുയർന്നിട്ട് പോലും അതിനെ അവഗണിച്ച് നമ്മൾ കടന്നുറങ്ങിപ്പോയോ? നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയില്ലയോ കൂട്ടുകാരേ? അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളെ പരിശോധിച്ചാലും അവിടെയൊക്കെയും നമ്മൾ റബ്ബുൽ ആലമീനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറന്നു പോവുകയാണ്. ഫാഷൻ